ബിന്ദുവിൻ്റെ സഹോദരി പുത്രനാണ് ഗിരീഷ്. ഈ ഗിരീഷിൻ്റെ വാക്കിൽ നിന്നാണ് ഒടുവിൽ പോലീസ് ഒന്ന് അനങ്ങുന്നത്. ഗത്യന്തരമില്ലാതെ അവിടെ കിടക്കുന്ന ആശുപത്രിയിൽ കിടക്കയിൽ കിടക്കുന്ന നവമി വിളിച്ച് ഗിരീഷിനോട് പറയുകയാണ്, അവിടെ അമ്മയെ കാണുന്നില്ല, അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്, ശുചിമുറിയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഒരാളും അനങ്ങുന്നില്ല. നവമിയുടെ കരച്ചിൽ ഒരാളും കേൾക്കുന്നില്ല. അങ്ങനെയാണ് ഗിരീഷ് ഈ കാര്യം വിളിച്ച് ഗാന്ധിനഗർ പോലീസിലേക്ക് വിവരം അറിയിക്കുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കണമെന്നുള്ള ഗിരീഷിൻ്റെ വർത്തമാനത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഗിരീഷിൻ്റെ ആകുലതയിൽ നിന്നാണ് പോലീസ് ഒന്ന് അനങ്ങാൻ തയ്യാറായത്. എങ്ങനെയാണ് ഗിരീഷ് ഇത് അറിയുന്നത്? എന്നെ അവിടെ ആക്സിഡൻറ്റ് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈവ് നവമി മോളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാത്റൂമിൽ പൊളിഞ്ഞു വീണ് അവൾ കട്ടിലിൽ ഇരിക്കുമായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്നു, അപ്പോൾ ആൾക്കാരൊക്കെ ഓടുന്നു, ബാത്റൂമിൽ പൊളിഞ്ഞു വീണു എന്ന് പറഞ്ഞിട്ട് അവൾ വിളിച്ച് അവൾക്ക് കാണാനോ സൗണ്ട് കേൾക്കാനോ എന്തോ പറ്റിയിട്ടുണ്ട്. അത് അപ്പോൾ അമ്മ ബാത്റൂമിലുണ്ടെന്നുള്ളത് അവർക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ആ സമയത്ത് എല്ലാവരും പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞനുസരിച്ചിട്ട് ഞങ്ങൾ ന്യൂസ് ചാനലിലൊക്കെ നോക്കിയപ്പോൾ ന്യൂസ് ചാനലിൽ നിന്ന് എല്ലാം എഴുതി കാണിക്കുന്നതും പറയുന്നതും 2 പേര് മിസ്സായിട്ടുണ്ട്, അവർ 2 പേരെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗിരീഷ് എന്താ ചെയ്തത്? പെട്ടെന്ന് ഒരു രക്ഷാപ്രവർത്തകനാണ് ഇത് പറയുന്നത്, പോലീസോ അല്ലെങ്കിൽ അധികാരികളോ ഒന്നുമല്ല. ഒരു രക്ഷാപ്രവർത്തകൻ വളരെ കോൺഫിഡൻസോട് കൂടി പറയുകയാണ് 2 പേരെ. ആളുടെ കോൺഫിഡൻസ് ആണ് മറ്റുള്ളവർ ഏറ്റുപിടിച്ചത്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഫീൽ ചെയ്തപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൊച്ചച്ഛനെ വിളിച്ചു, നവമിയുടെ അച്ഛനെ. അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ കാഷ്വാലിറ്റി പോയി നോക്കുക, അവിടെ 2 പേരെ കിട്ടിയിട്ടുണ്ട് പറഞ്ഞു. അതിലൊന്ന് കുട്ടിയാണെന്ന് പറഞ്ഞു, പിന്നെ ഒരാളെ നോക്കിയാൽ മതി. അങ്ങനെ അദ്ദേഹം ഒരു സ്ത്രീ അവർക്ക് പരിക്കേറ്റു, അവരെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി. പിന്നെയും ബിന്ദു അതിനകത്തുണ്ടെന്ന് ഗിരീഷിന് തോന്നിയിട്ടല്ലേ ഗിരീഷ് ഗാന്ധിനഗർ പോലീസിൽ വിളിച്ച് പറയുന്നത്? അവരെ കാണാനായിട്ട് ചിറ്റപ്പൻ ചെന്നു. അപ്പോൾ 50 വയസ്സിനടുത്തുള്ള സ്ത്രീയാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചിറ്റിയാണെന്നാണ് നമ്മുടെ വിചാരം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ കാണാൻ ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോഴാണ് പറയുന്നത് കേറ്റാൻ ഒരു 10-15 മിനിറ്റ് ടൈം എടുത്തു അകത്തേക്ക്. കാരണം അവർക്ക് ആരാ ഏതാണെന്നൊന്നും അറിയില്ല, ഒരുപാട് തിരക്കുണ്ടായിരുന്നു. 10-15 മിനിറ്റ് സമയമെടുത്തു. പുള്ളി അവസാനം അകത്ത് കയറ്റി അവൾ ചെന്ന് കണ്ടപ്പോൾ അത് എൻ്റെ ചിത്തിയല്ല, ബിന്ദു. ആശ്വാസത്തോടെ തിരിച്ചു പോന്നു വിശ്രുതൻ. അതിനുശേഷമാണ് ഗിരീഷ് വിളിച്ചത് പറയുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടാണ് ഞാൻ പല ആൾക്കാരെയും വിളിക്കാൻ ശ്രമിച്ചു. ഇവിടെ നിന്ന് കണക്റ്റ് ആവുന്നില്ലായിരുന്നു. അവസാനം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ നമ്പർ എടുത്തിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു ബിന്ദു എന്ന് പറഞ്ഞൊരു സ്ത്രീ എൻ്റെ ചിറ്റയാണ്, അവർ കാണാണ്ട് പോയിട്ടുണ്ട്, അതിനടിയിലുണ്ട് എന്നുള്ളത് ഷുവറാണ്. കാരണം അപ്പോൾ അവർ പറയുന്നത് പിന്നെ പുറത്തെവിടെങ്കിലും കാണും എന്നുള്ള രീതിയിലായിരുന്നു മെഡിക്കൽ ടീം അവിടെ ഉള്ളവർ പറഞ്ഞത്. പുറത്തെവിടെങ്കിലും കാണും. പോലീസിന്റെ പ്രതികരണം ഞാനിപ്പോൾ തന്നെ അന്വേഷിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞത് അവരെ ഒത്തിരി ആൾക്കാരെ പുറത്തിറക്കിയിട്ടുണ്ട്, അതിൽ പെട്ടുപോയിട്ടുണ്ടാവാം, ഞങ്ങളിപ്പോൾ അകത്ത് കയറ്റാത്തതുകൊണ്ട് മോളുടെ അടുത്ത് എത്താത്തതായിരിക്കാം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ചാൻസ് വരില്ല. കാരണം മോൾക്ക് ഇത്ര സുഖമില്ലാതിരിക്കുകയാണ്, അതുകൊണ്ട് അമ്മ എന്തായാലും അവിടെ എത്തും, ഏത് വഴി കൂടെയെങ്കിലും അമ്മ അവിടെ എത്തും. ഗിരീഷ് ഇത് വിളിച്ച് പറഞ്ഞത് എത്ര മണിക്കാണ്? ഒരു 11:15 സമയത്താണ്. റോഷിനി ഒന്ന് ശ്രദ്ധിക്കുക, 10:45 അപകടമുണ്ടാകുന്നു. 10:45 അപകടമുണ്ടായ വാർത്ത ഹോസ്പിറ്റലിലിരുന്ന് യൂട്യൂബിലൂടെ വാർത്ത കണ്ട് മോൾ അറിയുകയാണ്. നവമി ആ സമയം മുഴുവൻ വിളിച്ച് പറയുകയാണ്, ആകുലപ്പെടുകയാണ്, അമ്മയെ കാണുന്നില്ല, അമ്മയ്ക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടാവാം, അമ്മ ഈ ശുചിമുറിയിലേക്ക് പോയിട്ടുണ്ട്, ഒരാളും അത് കേൾക്കുന്നില്ല. അവസാനമാണ് കസിനായ ഗിരീഷിനെ വിളിച്ച് വിവരം പറയുന്നത്. ഗിരീഷ് ഉടൻ തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് വിശ്രുതനോട് പറയുന്നു. വിശ്രുതൻ ഓടി കാഷ്വാലിറ്റിയിൽ ചെന്ന് വിവരം പറയുന്നു. ഒരു സാധാരണ മനുഷ്യന് അതല്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആശുപത്രി അധികൃതരോട് പറയുന്നു, എൻ്റെ ഭാര്യയെ കാണുന്നില്ല, എൻ്റെ ഭാര്യ അതിനുള്ളിലുണ്ടോ എന്ന് എനിക്ക് ആശങ്കയുണ്ട്. അപ്പോൾ അപകടത്തിൽപ്പെട്ട ഒരു സ്ത്രീയും കുട്ടിയും അപകടത്തിൽപ്പെട്ടു, കാഷ്വാലിറ്റിയിൽ കയറി കാണിച്ചു കൊടുത്തു. അതല്ല എന്ന് തിരിച്ചറിഞ്ഞ് സമാധാനത്തോടുകൂടി പോരുന്നു. എന്നിട്ടും ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രി കിടക്കയിൽ കിടത്തിയിരിക്കുന്ന ഒരു മകളെ വിട്ട് ആ അമ്മ എങ്ങും പോകുന്നില്ല എന്ന് ഈ കുടുംബത്തിനറിയാം. എന്നിട്ടും അത് പറഞ്ഞിട്ട് ആരും അത് ചെവിക്കൊള്ളുന്നില്ല. അങ്ങനെയാണ് നവമി വിളിച്ച് ഗിരീഷിനോട് വിവരം പറയുന്നത്. ഗിരീഷാണ് ഇത് ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ ചിറ്റയെ കാണുന്നില്ല, ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ കാണുന്നില്ല, ഈ കൽക്കൂമ്പാരങ്ങൾക്കടിയിൽ ബിന്ദു ഉണ്ടാകാമെന്നുള്ള ആശങ്ക പങ്കുവച്ചത് ഗിരീഷാണ്. ഗിരീഷിന്റെ കോള് ഗാന്ധിനഗർ പോലീസിലേക്ക് വന്നപ്പോഴാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിന് മുതിരുന്നത്. അവിടെ നിന്നാണ് ഈ അന്വേഷണം തുടങ്ങുന്നത്. അപ്പോൾ ഓർത്തു നോക്കണം, എത്ര സമയമാണ് പിന്നിട്ടത്. 10:45 അപകടമുണ്ടാകുന്നു. 1 മണിയോടെടുക്കുന്നു. 2.25 മണിക്കൂറിനും ശേഷമാണ് ബിന്ദുവിനെ കണ്ടെത്താനാകുന്നത്. അതായത് ആ കൽക്കൂമ്പാരങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വരഹിതമായി മന്ത്രിമാർ പ്രതികരിക്കുമ്പോൾ, ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ, വീണ ജോർജ് അടക്കമുള്ളവർ ഒരു അപകടവും അവിടെ സംഭവിച്ചിട്ടില്ല, വളരെ ലഘുവായ ഒരു അപകടം മാത്രമാണ്, ആർക്കും അപായമില്ല എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വരഹിതമായ പ്രസ്താവന നടത്തി മടങ്ങിപ്പോകുമ്പോൾ, ആ ഭാഗത്തേക്ക് ആരും രക്ഷാപ്രവർത്തനം നടത്താതെ പിന്തിരിയുമ്പോൾ, ആ കൽക്കൂമ്പാരം
കൽക്കൂമ്പാരത്തിനടിവിൽ ഇടയിൽ ജീവനായി പിടയുകയാണ് ബിന്ദു കിടന്ന്. ആ ബിന്ദുവാണ് ഇപ്പോൾ ഒരു പിടിച്ചാരമായി ഇവിടെ ഇപ്പോൾ കിടക്കുന്നത്. ചിത കത്തി അമർന്നു കഴിഞ്ഞു. ഒരു പിടിച്ചാരമായി ബിന്ദു മാറിയിരിക്കുന്നു. കഴിഞ്ഞ റോഷിനി ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഈ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് ഒരു അമ്മയുണ്ട്, 75 വയസ്സുകാരിയ അമ്മയെ നോക്കാൻ ഈ മകളായ ബിന്ദു മാത്രമേ ഉള്ളൂ. 2 കുഞ്ഞുങ്ങളെ 2 കൈകളിലും പിടിച്ചുകൊണ്ട് നടക്കുന്ന 2 കുട്ടികൾ. അതിലൊരു മകൻ്റെ ആദ്യ ജോലിയുടെ ശമ്പളം നൽകാനായിട്ടാണ് ഇന്നലെ നവനീത് അവിടെ എത്തുന്നത്. അപ്പോൾ കാണുന്നത് ചേതനയേറ്റ അമ്മയുടെ ശരീരമാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ദുര്യോഗമുണ്ടായി നവനീതിന്. ആ 2 കുഞ്ഞുങ്ങളെയും ഇവിടെ ഇരുത്തി അമ്മ, ഭർത്താവ് എല്ലാവരുമുള്ള ഈ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഈ കൽപ്പടവുകളിലൂടെ മകളുടെ കൈയും പിടിച്ച് ആ മകളുടെ അസുഖം പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കി തിരിച്ച് ആരോഗ്യാവസ്ഥയിൽ മകളെ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളാണ്. ആ ആളാണ് ഇപ്പോൾ ഒരു പിടിച്ചാരമായി ഈ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്നത്. ഇതിന് ആർക്ക് സമാധാനം പറയാൻ സാധിക്കും? ആ കുട്ടികളെ ആർക്ക് സമാധാനിപ്പിക്കാൻ സാധിക്കും? നമ്മളിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക സഹായമെന്നോ ജോലിയെന്നോ ഒക്കെ പറയുമ്പോൾ അതൊക്കെ അവർക്ക് ആശ്വാസകരമാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ റോഷിനി സൂചിപ്പിച്ചതുപോലെ ഈ വീടിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. ഈ വീട് അക്ഷരാർത്ഥത്തിൽ ചലിച്ചിരുന്നത് ബിന്ദുവിനാൽ തന്നെയാണ്. അത് നേരത്തെ വിശ്രുതൻ നമ്മളോട് പ്രതികരിച്ചപ്പോഴൊക്കെ പറയുകയുണ്ടായി, അദ്ദേഹം അവിടെ കിടന്ന് അലറി കരയുന്നുണ്ട്. ആ നിലവിളി ആരും കേൾക്കുന്നില്ല. മകൾ ആ കട്ടിലിൽ കിടക്കുന്ന മകളുടെ നിലവിളി ആരും കേൾക്കുന്നില്ല. എൻ്റെ അമ്മയെ കാണുന്നില്ല എന്നുള്ള ആകുലത ആരും ശ്രദ്ധിക്കുന്നില്ല. ആ ഒട്ടും ഗൗരവമില്ലാത്തൊരു അപകടം എന്നുള്ള രീതിയിൽ വാർത്തകൾ പരക്കുമ്പോഴും രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാക്കി ഒരു വശത്തേക്ക് തിരിഞ്ഞു പോകുമ്പോഴും ഈ കൽക്കൂമ്പാരം ശ്രദ്ധിക്കാതെ ഇട്ടിരിക്കുന്ന സമയത്തുമൊക്കെ അതിനടിയിൽ ആ ജീവനായി കിടന്ന് പിടയുകയാണ് ബിന്ദു. ഈ 2 കുട്ടികളുടെ അവസ്ഥ, ഈ 2 പേരും 2 മക്കളെയും ലോൺ എടുത്താണ് ബിന്ദു പഠിപ്പിച്ചത്. വിശ്രുതൻ തന്നെ രാവിലെ പറയുകയുണ്ടായി, ഞാൻ ഇങ്ങനെ ഒരാളായി നിൽക്കുന്നതേ ഉള്ളൂ, ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ബിന്ദുവാണ്. ബിന്ദുവിനാൽ തന്നെയാണ് ഈ വീട് മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 75-കാരിയായ അമ്മയെ നോക്കുന്നത് ബിന്ദു, ഈ 2 മക്കളെയും ലോൺ എടുത്ത് പഠിപ്പിക്കുന്നത് ബിന്ദു. ഈ ബിന്ദുവിന് ചെറിയ തുച്ഛമായ വരുമാനമാണ് തുണിശാലയിൽ നിന്ന് കിട്ടുന്നത്. ആ വരുമാനം കൊണ്ട് ഈ 2 മക്കളെയും വിദ്യാഭ്യാസ വായ്പ എടുത്ത് പഠിപ്പിച്ചാണ് മക്കളെ ഇവിടം വരെ എത്തിച്ചത്. മകൻ ബിടെക് കഴിഞ്ഞൊരു ജോലിയിൽ പ്രവേശിച്ച് ആദ്യമായി കിട്ടിയ ശമ്പളവുമായി അമ്മയെ കാണാൻ വന്ന വരവാണ് ഇന്നലെ. ആ അമ്മയെ തിരഞ്ഞ് ശമ്പളം കയ്യിൽ ഏൽപ്പിക്കാൻ വന്ന മകന് ഉണ്ടായ ദുര്യോഗം അമ്മയുടെ ബോഡിയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട അവസ്ഥയാണ്. അവിടെ ചെന്ന് കണ്ട് ചേതനയേറ്റ ശരീരം കണ്ടത് എൻ്റെ അമ്മയാണ് എന്ന് പറയേണ്ട അവസ്ഥയാണ് നവനീതിന് ഇന്നലെ ഉണ്ടായത്. നവമി ആകട്ടെ ശസ്ത്രക്രിയയ്ക്ക് ഡേറ്റ് തീരുമാനിച്ച് പൂർണ്ണ ആരോഗ്യവതിയായി അമ്മയുടെ കൈപിടിച്ച് വരാമെന്ന് രാവിലെ 10 മണിവരെ അമ്മയോട് സംസാരിച്ച് ആ ബെഡിലിരുന്ന മകളാണ് കേൾക്കുന്ന വാർത്ത. എന്നിട്ടും ആ മകളുടെ ആകുലത ആരും ശ്രദ്ധിക്കുന്നില്ല. ഒടുവിൽ അമ്മയാണ് പോയത് എന്നറിഞ്ഞപ്പോൾ മുതൽ മൂകയായി ഇരിക്കുകയാണ് നവമി ഇപ്പോഴും ഈ കുടുംബത്തിനകത്ത്. നമ്മൾ രാവിലെയൊക്കെ കണ്ടതാണ് റോഷിനി. ഇതിനകത്ത് ഒരാളോടും മിണ്ടാതിരിക്കുകയാണ് നവമി. ഈ 2 മക്കളുടെ കണ്ണീരിന് ആരാണ് സമാധാനം പറയുക? ഏത് അധികാര സംവിധാനങ്ങൾക്കാണ് എന്ത് കൊടുത്താൽ നമ്മൾക്ക് പരിഹരിക്കാൻ സാധിക്കും ഇവരുടെ കണ്ണീരിനെ? ഏതായാലും വളരെ വലിയ ദുര്യോഗം തന്നെയാണ് ഈ കുടുംബത്തിനുണ്ടായിരിക്കുന്നത്. ഈ തിങ്കളാഴ്ച ഇവിടെ നിന്ന് പൂർണ്ണ ആരോഗ്യവതിയായി സന്തോഷത്തോടെ ഊർജ്ജസ്വലയായി മകളുടെ കൈപിടിച്ച് ആശുപത്രിയിലേക്ക് പോയ ബിന്ദു ഇപ്പോൾ ഒരു പിടിച്ചാരമായി ഇവിടെ കിടക്കുകയാണ്. വളരെ സങ്കടകരമായ കാഴ്ചകൾക്ക് തന്നെയാണ് റോഷിനി ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.